നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF വിജയത്തിൽ പ്രവാസികളുടെ ആഘോഷ പരിപാടികൾ രാത്രി വൈകിയും തുടരുകയാണ്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരുകയാണ്. അബ്ബാസ, വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണോ അവിടെ ഗൾഫ് മേഖലകളിലൊക്കെ ഇപ്പോൾ നടക്കുന്നത്? ദോഹയിൽ എങ്ങനെയാണ് ഇപ്പോൾ? ദിവ്യ, തീർച്ചയായും ഈ 10 വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷം എത്തിയ ഈ മധുരമനോഹരമായ വിജയത്തെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ UDF പ്രവർത്തകരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്തരം മധുരമനോഹരമായ ഒരു വിജയത്തെ വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കുകയാണ് ഖത്തറിലെ പ്രവാസി സമൂഹം. പ്രത്യേകിച്ചും ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സംഘടനയായിട്ടുള്ള ഇൻകാസിൻ്റെ പ്രവർത്തകർ, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംഘടനയായിട്ടുള്ള KMCCയുടെ പ്രവർത്തകർ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ സ്ക്രീനുകളിൽ ഇവിടെ വലിയ പ്രദർശനം പോലെ നമ്മൾ IPL ഒക്കെ കാണുന്നത് പോലെ വലിയ പ്രദർശനങ്ങൾ പല ഹോട്ടലുകൾക്ക് മുകളിലും സംഘടിപ്പിച്ചിരുന്നു. ഒരുപാട് ആളുകൾ അത് കാണാൻ കൂട്ടമായി എത്തിയിരുന്നു. ഇന്നിവിടെ ഒരു പ്രവൃത്തി ദിനമാണ്. എന്നിട്ട് കൂടെ അവിടെ ധാരാളം പേർ ഇന്ന് അവധി എടുത്തൊക്കെ ഈ കൗണ്ടിങ് ഡേ കാണാൻ വേണ്ടി അതിൻ്റെ ഒരു ആവേശം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുകൂടിയിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ചെറിയ സംഘത്തിൻ്റെ കൂടെ ഇങ്ങനെ അനേകം ചെറിയ സംഘങ്ങൾ ദോഹയിലെ പലയിടത്തും ഉണ്ട്. ഇവിടെ പാലക്കാട് ജില്ലാ KMCCയുടെ പ്രവർത്തകരാണ്. ഇവിടെ നമുക്കറിയാം, പാലക്കാട് ജില്ല ഇൻകാസിൻ്റെ പ്രവർത്തകരാണ് ഇവർ. നമ്മൾക്ക് കോൺഗ്രസിൻ്റെ പതാകയൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലേ? എങ്ങനെയുണ്ട്? ഒരു കുറെ കാലത്തിന് ശേഷമുള്ളൂ UDF അധികാരത്തിൽ വരുന്നത്. അതെ, വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അതിൽ കൂടുതൽ സീറ്റ് കേടി നമ്മുടെ നേതാവ് പറഞ്ഞ പോലെ, VD സതീശൻ പറഞ്ഞ പോലെ തന്നെ 100-ൽ കൂടുതൽ സീറ്റ്, വളരെ മനോഹരമായിട്ടുള്ള വിജയമാണ് ഞങ്ങൾ സാധിച്ചത്. ആവേശത്തിന് ചെറിയൊരു കുറവുണ്ടോ? ഇല്ല, ഇത് സന്തോഷത്തിന്റെ ദിനാണ്. ഇത് പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ്. അതുപോലെ തന്നെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനെതിരെ ഉള്ള ജനങ്ങളുടെ വിധിയെഴുത്താണിത്. ദിവ്യ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് സാധാരണഗതിയിൽ ഇവിടുന്ന് ആളുകൾ ഒരുപാട് കൂട്ടമായിട്ട് ആളുകൾ ഇവിടുന്ന് ഈ വിമാനമൊക്കെ ചാർട്ടർ ചെയ്ത് പോകാറുണ്ട്. പക്ഷേ ഇത്തവണ നമുക്കങ്ങനെ ഇവിടുത്തെ പ്രവാസികൾക്ക് പോകാൻ പറ്റിയിട്ടില്ലല്ലേ? ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ചില മണ്ഡലങ്ങളിലെ വിധിയെഴുത്ത് ഇവിടുത്തെ പ്രവാസികൾ എത്തിയിരുന്നെങ്കിൽ അത് മാറുമായിരുന്നു തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷത്തിലും ആവശ്യത്തിലാണ് ഞങ്ങളിവിടെ ഉള്ളത്. ഇൻകാസ് പാലക്കാട് ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ ഞങ്ങളൊരു ആഘോഷ പ്രകടനമാണ് ഉള്ളത്. നമ്മൾ VD സതീശൻ പറഞ്ഞ പോലെ തന്നെ 100-ൽ പരം സീറ്റുകൾ നേടി ധാർഷ്ട്യത്തിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ്. ആ കേരള ജനതയോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ പറയുകയാണ്. എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല. അപ്പോൾ ഏതായാലും ഇവിടെ കേക്ക് മുറിച്ച് അതുപോലെ തന്നെ പാട്ടൊക്കെ ഇട്ട് പാരഡി ഗാനങ്ങളൊക്കെ ഇട്ട് വളരെ സജീവമാണ്. വളരെ ആഘോഷങ്ങൾ വളരെ സജീവമാണ് അല്ലേ? എന്താണ്? അടിപൊളി നല്ല. ആരാണ് ഈ വിജയത്തിന്റെ ശില്പി? ആരാണ്? ഉറപ്പായിട്ടും VD സതീശൻ തന്നെയാണ്. അപ്പോൾ നമ്മള് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും സംസാരിക്കുന്ന സമയത്ത് ഇതിന്റെ ഈ ഒരു വിജയത്തിന്റെ ശില്പി ആരാണ്, ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ഒരേ സമയം VD സതീശന്റെ പേര് പറയുന്നുണ്ട്. ഇതോടൊപ്പം ടീം UDFന്റെ പേര് പറയുന്നുണ്ട്. ഏതായാലും ഖത്തറിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യുദ്ധം മൂലം അവർക്ക് നാട്ടിലേക്ക് പലർക്കും വോട്ട് ചെയ്യാനായി പോകാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഈ ഒരു വിജയത്തെ, 10 വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷം വന്ന ഈ വിജയത്തെ അവർ വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കുകയാണ്. ഇവിടെ കുറച്ചു മുമ്പാണ് ഇവിടെ കേക്ക് മുറി ഉണ്ടായിരുന്നു. ഇത് കഴിച്ചിട്ട് ഭക്ഷണമുണ്ട്. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ ഒരു ചെറിയ കൂട്ടമാണ്, 10-50 ആളുകളുടെ കൂട്ടമാണ്. ഇങ്ങനെ 50-ൻ്റെയും 100-ൻ്റെയും ഒക്കെ ഒരുപാട് ആൾക്കൂട്ടങ്ങൾ ദോഹയിലെ പല സ്ഥലത്തും ഹോട്ടലുകൾക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഒത്തുചേരാനുള്ള ഇടങ്ങളിലൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഒരു വിജയത്തെ വളരെ ആഘോഷപൂർവ്വം വരവേൽക്കുകയാണ് ഖത്തറിലെ പ്രവാസി സമൂഹവും. ദിവ്യ, എന്തായാലും രാത്രി വൈകിയും വലിയ ആഘോഷ പരിപാടികൾ നടന്നു വരികയാണ്. UDFന്റെ വിജയത്തിലാണ് ഇപ്പോൾ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നത്. അബ്ബാസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.